ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവോണമാണ് കേട്ടോ. തിരുവോണമായിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടപ്പാച്ചിലിൻ്റെ ഹാങ് ഓവർ കുറച്ച് കൂടിപ്പോയി. ഇന്നലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഓട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാനൊക്കെ കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് താമസിച്ചാണ് എണീറ്റതും. പക്ഷേ വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഞാനും കിങ്ങിണിയും കൂടെ ചേർന്നിട്ട്, ഞാനെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കിങ്ങിണിയാണ് ചെയ്തത്. നമ്മുടെ പിറ്റേന്നത്തെ പച്ചക്കറികളെല്ലാം, കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് താമസിച്ചിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ രാവിലെ തന്നെ ആ പച്ചക്കറികളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും രാവിലെ കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. ശ്രീത്വം ഉണ്ടായിരുന്നു. ശ്രീത്വം ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയൊക്കെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഇന്ന് ഇതൊക്കെ തന്നെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വട ചേട്ടൻ പോയി ആര്യാസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ബാക്കിയെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിക്കുന്നതിനിടയ്ക്ക് തന്നെ ഉച്ചഭക്ഷണം കൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചിട്ട് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ പച്ചടിയും കിച്ചടിയും അവിയലും തോരനും എരിശ്ശേരിയും കൂട്ടുകറിയും എല്ലാം, സാമ്പാറും പായസവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 12:30 ആകുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒത്തിരി ലേറ്റാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കറികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കൂടെ ചേർന്നിട്ട് അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളാണ് ഇരുത്തിയത്. എന്നിട്ട് ഞങ്ങൾക്ക് കൂടി വിളമ്പി വെച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞ ഈ സദ്യയുടെ ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല. പോകാനുള്ള ധൃതിയിൽ പെട്ടെന്നൊരു വഴിപാട് പോലെ ഇതങ്ങ് കഴിച്ച് തീർക്കുമായിരുന്നു കേട്ടോ. എല്ലാം ഞങ്ങൾക്ക് കൂടെ വിളമ്പി വെച്ചിട്ട് പിന്നെ ഞങ്ങളും കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുമായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനും കിങ്ങിണിയും കൂടെ ഒരുമിച്ച് ഒരു ഓണം ഉണ്ണുന്നത്. ഒന്നുകിൽ അവൾ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ട് ഭാഗത്തായതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ വലിയ സന്തോഷമായിരുന്നു കേട്ടോ ഇത്, ഇങ്ങനെ ഒരു ഓണം എന്നുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സദ്യയെല്ലാം കഴിച്ചിട്ട് തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകാനുണ്ട്. ഇതെൻ്റെ ഓണക്കോടിയാണ് കേട്ടോ. കിങ്ങിണി വാങ്ങി തന്ന ഓണക്കോടിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തയ്യാറായി നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം പോകേണ്ടുന്ന സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ എന്തായാലും ലേറ്റാവും. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. മാത്രമല്ല നാളെ ഞങ്ങളുടെ അമ്പലത്തിൽ ഓണാഘോഷ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ യാത്ര തീർക്കാമെന്ന് വിചാരിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നാളെ പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. നിങ്ങൾ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്ത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നമ്മുടെ സൂര്യകാന്തി പാടമല്ലോ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സൂര്യകാന്തി മാത്രമല്ല, ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോളേജിൽ എത്തിയിട്ട് മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5-2 കിലോമീറ്ററോളം നമുക്ക് നടന്നകത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളതുപോലെ തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ചും തിരുവോണ ദിവസവും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങുന്ന സമയമല്ലേ. അതുകൊണ്ട് ഭയങ്കര ആളായിരുന്നു കേട്ടോ അകത്തോട്ട്. അപ്പോൾ ഞങ്ങളവിടെ മെയിൻ ഗേറ്റിൽ ഇറങ്ങിയിട്ട് കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെല്ലാം അവിടെ നടന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് വണ്ടികളും ആളുകളും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോയ സമയം അത്ര ശരിയായില്ല. കാരണം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുമ്പോഴത്തേക്ക്, ഉച്ച കഴിഞ്ഞിട്ടെന്നല്ല, നല്ല ഉച്ച സമയമായിരുന്നു. നല്ല വെയിലാകുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ കുട്ടികളെയൊക്കെ കൊണ്ട് വെയിലത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭംഗി അത്ര കണ്ടങ്ങ് ആസ്വദിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി കേട്ടോ. വലിയ ആൾക്കാർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കേട്ടോ. വെള്ളമില്ലാതെ പോകാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ കുട എടുക്കണമായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതിനകത്ത് വെയിലും ആളും ചൂടും ആകെ കൊണ്ടൊരു ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ ചൂടൊക്കെ കണ്ടിട്ട് ചേട്ടൻ അങ്ങ് സൈഡായി കേട്ടോ. ചേട്ടൻ പറഞ്ഞു ചേട്ടന് നടക്കാൻ വയ്യ, ഞാനിവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തോളാം, നിങ്ങൾ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പിന്നെ അങ്ങ് നടന്നു കേട്ടോ. എന്തായാലും വന്ന സ്ഥിതി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നിങ്ങളിവിടുത്തെ മണ്ണ് ശ്രദ്ധിച്ചായിരുന്നു? ഇതൊരു മണലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണലെന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ വാരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചെടുത്താൽ വെള്ളം കൂട്ടി കുഴച്ചാൽ പോലും നമുക്ക് ഉറപ്പില്ലാത്ത ചൊരിമണലാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ കടൽ തീരത്ത് കാണുന്ന മണലില്ലേ, ഇവിടെ കടൽ തീരമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ കടലാണ്. അപ്പോൾ അങ്ങനത്തെ ആ മണലിനകത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് എങ്ങനെയാണ് ഇവർ ഈ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വളരെയധികം അത്ഭുതം തോന്നും കേട്ടോ. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അവരോട് നമ്മൾ എത്രത്തോളം അവർ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇത്രയേറെ പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് ഒരുമിച്ച് കാണുന്നത് എന്ത് ഭംഗിയുള്ള കാര്യമാണല്ലേ. നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും, നമ്മൾ വീഡിയോയിലൊക്കെ കാണാൻ പോലെ സുന്ദരിമാണ്ടിപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഓടിപ്പോയി അവിടെ ചെന്ന് കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇത്രയും അടുത്ത് വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റും. നോക്കിയേ, സൂര്യകാന്തിയാണ് കേട്ടോ അടുത്തത്. നമ്മൾ ചെന്ന സമയം ഈ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം കുറച്ചിങ്ങനെ ഒരു ഡൗണായി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. രാവിലത്തെ സമയമൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്രഷായിട്ട് കാണാൻ പറ്റിയേനെ കേട്ടോ. അപ്പോൾ ഞാൻ ആകെ വിയർത്ത് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നാമതേ കുറച്ച് കരിഞ്ഞ പ്രകൃതമാണ്, അതിൻ്റെ കൂടെ ഈ ചൂടും വെയിലും കൂടെ ആയപ്പോഴത്തേക്ക് ആകെ കൊണ്ട് കരിഞ്ഞു പോയി കേട്ടോ. പിന്നെ അവിടെ കിടന്ന് ഉള്ള രീതിയിലൊക്കെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നോക്കി എന്തൊരു വലുപ്പത്തിലാണ് കേട്ടോ സൂര്യകാന്തി പൂവൊക്കെ നിൽക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോഴത്തേക്ക് കുറച്ച് പൂക്കളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരാൻ തോന്നുമല്ലേ. പക്ഷേ ഇതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഈ വെള്ളം തേവുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് നേരം കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതേ ചോളമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചോള ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണുന്നത്. നമ്മളല്ലാതെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെ അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. നമുക്ക് കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് അവിടെ കാണുന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം, കാരണം ഇവർ ഓടിപ്പോയതൊക്കെ വലിച്ചൊടിച്ച് കളയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ആകെ തളർന്ന് ക്ഷീണിച്ച് വന്നപ്പോഴത്തേ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ച് കേട്ടോ. നമ്മുടെ പപ്പൂസ് കണ്ടില്ലേ ഐസ്ക്രീം കുടിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ച് എൻജോയ് ചെയ്ത് പിന്നെ നോക്കിയപ്പോൾ ദേ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തണ്ണിമത്തൻ വാട്ടർമെലൺ കിടക്കുന്നത് കണ്ടില്ലേ. കുഞ്ഞു തണ്ണിമത്തനാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഊഞ്ഞാലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൃഷിയെക്കുറിച്ചെല്ലാം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ ഇതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ കണ്ടില്ലേ, പച്ചക്കറികളുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പടവലം, മത്തങ്ങ, ചൊരയ്ക്ക, പയറ്, മറ്റേ ചീര, പച്ചമുളക്, അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന നല്ല കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. കുറേ സമയമായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോയത്. ഇനി നമുക്ക് 2 വീടുകളിൽ പോകാനുണ്ട്. എൻ്റെ 2 കുഞ്ഞമ്മമാരുടെ വീടുകളിൽ പോകണം. ആദ്യം നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ ഇളയ കുഞ്ഞമ്മയുടെ വീട് അവിടെയാണ് പോയത്. കുഞ്ഞമ്മയുടെ വീട് തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ പുറകുവശത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാവരും പൗരസമിതിക്കാരെല്ലാം കൂടി ചേർന്നിട്ട് അവിടെ വലിയൊരു അത്തമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അമ്മൂമ്മ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. നമുക്ക് പിന്നെ എവിടെ പോയിരുന്നാലും ഫോട്ടോയും വീഡിയോയും എടുക്കണം എന്നുള്ള ആഗ്രഹമാണല്ലോ. അങ്ങനെ അവിടെ പോയി അതെല്ലാം എടുത്തു. പിന്നെ തിരിച്ച് അവിടുത്തെ ലൈറ്റെല്ലാം കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതേ ഈ വശത്താണ് കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് കുഞ്ഞമ്മയുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ അമ്മൂമ്മ അവിടെ നിന്ന് ഞങ്ങളെ നോക്കുന്നുണ്ട്, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാണ്.
പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മൂമ്മ നിന്ന് കൊച്ചൻ്റെ അമ്മ നിന്ന് സംസാരിക്കുകയാണ്, നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ആയിരുന്നു കേട്ടോ, പ്രധാന ഭാഗമായിരുന്നു സത്യം പറഞ്ഞാൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയെല്ലാം മറന്നു. സത്യം പറഞ്ഞ് ഞാനും വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. കുഞ്ഞമ്മ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ട്രീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് അവരടുത്ത് സംസാരിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വന്നത് നമ്മുടെ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ. ലുലു മാളിൽ കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ കന്യാകുമാരി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഓണത്തിന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ലുലു മാളിൽ കുറച്ച് നേരമൊക്കെ കയറി കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലു മാളിൽ പോകണമെങ്കിൽ സത്യം പറഞ്ഞാൽ അച്ഛൻ പറയുന്ന പോലെ 2 ദിവസം ഉണ്ടെങ്കിലും ലുലു മാളിനകത്ത് കയറി കറങ്ങിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഓരോന്നും കണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒത്തിരി സമയം പോകും കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ കാറിനകത്ത് ഇരുന്നുകൊണ്ട് ലുലു മാളിനെ കണ്ട് സംതൃപ്തി അടഞ്ഞു കേട്ടോ. അവിടുത്തെ ലൈറ്റൊക്കെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ കുറച്ച് വയലൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഒത്തിരി താമസിച്ചിട്ടുണ്ട്, നമുക്ക് തിരിച്ചിങ്ങ് വീട് വരെ എത്തണ്ടേ, ഇനിയും വേറൊരു കുഞ്ഞമ്മേരെ വീട്ടിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കാറിനകത്തിരുന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ട് ഇനി അടുത്ത കുഞ്ഞമ്മേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോഴത്തേക്ക് സ്നാക്സ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റേ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് ഇളയ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ വയറില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കേ അമ്മാമ്മച്ചി, എൻ്റെ അമ്മയുടെ അമ്മയും വല്യമ്മ, എൻ്റെ അമ്മയുടെ ചേച്ചിയും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരെല്ലാവരും നമ്മളെ നാളെ അവിടെ നിൽക്കും, അവിട്ടത്തിനൊന്ന് അവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങൾ നിൽക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമമായി കേട്ടോ. പിന്നെ അവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് രാത്രിയിൽ ഇറങ്ങി കേട്ടോ. യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയെങ്കിലും മനസ്സിന് വല്ലാത്തൊരു വിഷമമായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ദിവസം പോലും അവരുടെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റിയില്ലല്ലോ, സാഹചര്യം അങ്ങനെ ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ തിരുവോണം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബായ്.